എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏഴാമത്തെ ചാപ്റ്ററായ എനർജി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഊർജ്ജ പരിപാലനം എന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നോക്കാം. എന്താണ് ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഇന്ധനങ്ങൾ. എന്താണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്? മണ്ണിനടിയിൽ വർഷങ്ങൾക്ക് മുന്നേ അകപ്പെട്ടു പോയ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ മണ്ണിൻ്റെ അടിയിൽ തന്നെ കിടന്ന് വർഷങ്ങളോളം, മില്യൺസ് ഓഫ് ഇയേഴ്സ്, വർഷങ്ങളോളം മണ്ണിൻ്റെ അടിയിൽ അവിടെ കിടന്ന് അവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് എയറിൻ്റെ ആബ്സെൻസിലും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലും അത് രൂപാന്തരം പ്രാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രൂപാന്തരം പ്രാപിച്ചു വന്നിട്ടുള്ളവയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. That is, fossil fuels are formed by the transformation of plants and animals that went under the earth crust millions of years ago. The transformation took place in the absence of air under high pressure and the temperature. That is the fossil fuels. വർഷങ്ങൾക്ക് മുന്നേ മണ്ണിനടിയിൽപ്പെട്ട് പോയ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും അതുപോലെ ഉയർന്ന മർദ്ദത്തിലും രൂപാന്തരപ്പെട്ടു വരുന്നവയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ കിട്ടുന്ന ഫോസിൽ ഫ്യൂവൽസിൽ പ്രധാനമായിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? കോള്, അതുപോലെ തന്നെ പെട്രോളിയം, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്. കോള്, കൽക്കരി, അതുപോലെ തന്നെ പെട്രോളിയം, അതുപോലെ തന്നെ എന്താണ് നാച്ചുറൽ ഗ്യാസ്, അതായത് പ്രകൃതിവാതകങ്ങൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെയാണ് കോള്, അല്ലേ? കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽക്കരി, അല്ലേ? കൽക്കരിയാണ്. ഭൂമിയിൽ നിന്ന് കിട്ടപ്പെടുന്ന ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഏതാണ്? ഈ കോളാണ്. നമുക്ക് കൂടുതലായിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കോളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കോളിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാർബൺ ആണ് കേട്ടോ. കോളിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാർബൺ ആണ്. ഇനി ഈ കോളിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവനുസരിച്ചിട്ട് ഈ കോളിനെ തന്നെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓർക്കുക, പീറ്റ്, അതുപോലെ തന്നെ അടുത്താണ് ലിഗ്നൈറ്റ്, പീറ്റ്, ലിഗ്നൈറ്റ്, ദെൻ ആന്ത്രാസൈറ്റ്, ദെൻ ബിറ്റുമിനസ് കോൾ. അതായത് കോളിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവിനനുസരിച്ചിട്ട് അതിനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രാസൈറ്റ്, അതുപോലെ തന്നെ ബിറ്റുമിനസ് കോൾ. ഇനി ഈ കോളിനെ നമ്മൾ എയറിൻ്റെ ആബ്സെൻസിൽ അതായത് എയറിൻ്റെ അസാന്നിധ്യത്തിൽ, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുക, സ്വേദനം ചെയ്യപ്പെടുന്നു. അങ്ങനെ സ്വേദനം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന വസ്തുക്കളാണ് എന്തൊക്കെയാണ്? അമോണിയ ഉണ്ട്, അതുപോലെ തന്നെ കോൾ ഗ്യാസ് ഉണ്ട്, കോൾട്ടാർ ഉണ്ട്, അതുപോലെ തന്നെ കോക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. കോൾ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കോളാണ്, അതായത് കൽക്കരിയാണ്. കോളിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാർബൺ ആണ്. ദെൻ അതിലടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവനുസരിച്ചിട്ട് ഈ കോളിനെ 4ആയിട്ട് തരംതിരിക്കാം. പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രാസൈറ്റ് ആൻഡ് ബിറ്റുമിനസ് കോള്. ദെൻ ഈ കോളിനെ നമ്മൾ എയറിൻ്റെ ആബ്സെൻസിൽ ഡിസ്റ്റിൽ ചെയ്യുന്നു, അതായത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്യപ്പെടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? അമോണിയ, അതുപോലെ തന്നെ കോൾ ഗ്യാസ്, കോൾട്ടാർ, അതുപോലെ തന്നെ കോക്ക്. ഇനി അടുത്ത ഫോസിൽ ഫ്യൂവലാണ്, അതായത് ഏതാണ്? പെട്രോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്രോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഫോസിൽ ഫ്യൂവലാണ്. പെട്രോളിയത്തിൽ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം ചെയ്യപ്പെടുമ്പോൾ കിട്ടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? പെട്രോള്, ഡീസൽ, കെറോസിൻ, മണ്ണെണ്ണ, അതുപോലെ നാഫ്ത കേട്ടോ, നാഫ്ത, അതുപോലെ തന്നെ ലൂബ്രിക്കേറ്റിംഗ് ഓയില്, ഫ്യൂവൽ ഓയിൽസ്, അതുപോലെ തന്നെ വാക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന എന്തിൽ നിന്നാണ്? ഈ പെട്രോളിയത്തിൽ നിന്നാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു ഫോസിൽ ഫ്യൂവലാണ്, ദാറ്റ് ഈസ് എ നാച്ചുറൽ ഗ്യാസ്. ഏതാണ്? നാച്ചുറൽ ഗ്യാസ്. ഓർക്കുക, നാച്ചുറൽ ഗ്യാസിൽ ഉൾപ്പെടുന്നവയാണ് നമ്മുടെ CNG, അതുപോലെ തന്നെ LNG, അതുപോലെ തന്നെ LPG. പ്രകൃതിവാതകങ്ങളിൽ പെടുന്നതാണ്, അതായത് CNG, LNG ആൻഡ് LPG. നമുക്ക് ആദ്യം ഇത് നമുക്ക് നോക്കാം. CNG ആൻഡ് LNG. CNG എന്ന് പറഞ്ഞാൽ ഓർക്കുക, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് CNG എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നാച്ചുറൽ ഗ്യാസിനെ, പ്രകൃതിവാതകത്തിനെ നമ്മൾ കംപ്രസ് ചെയ്ത്, ആ വാതകത്തിനെ നമ്മൾ കംപ്രസ് ചെയ്ത് വെക്കുന്നതിനാണ് ദാറ്റ് ഈസ് എ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയുള്ളതാണ് LNG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ലിക്വിഫൈ ചെയ്യാൻ സാധിക്കും, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഇപ്പോൾ ഈ പെട്രോളിയത്തിനോടൊപ്പം നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ഗ്യാസിലുള്ള 2 വസ്തുക്കളാണ് CNG
അതുപോലെ തന്നെ LNG എന്ന് പറയുന്ന കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും അതുപോലെ തന്നെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും. ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മീതെയിൻ ആണ് കേട്ടോ. മീതെയിൻ ആണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ്. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം CNG ആൻഡ് LNG, അപ്പോൾ പെട്രോളിയത്തിനോടൊപ്പം കിട്ടുന്ന നാച്ചുറൽ ഗ്യാസ് ആണ് CNGയും LNG എന്നും പറഞ്ഞിരിക്കുന്നത്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും അതുപോലെ തന്നെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും. ദെൻ അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മീതെയിൻ ആണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പവർ സ്റ്റേഷൻസിൽ, തെർമൽ പവർ സ്റ്റേഷനിൽ, അതുപോലെ തന്നെ വാഹനങ്ങളിൽ CNG ഒക്കെ നമ്മൾ വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം പവർ സ്റ്റേഷൻസിലൊക്കെ ഫ്യൂവലായിട്ട് ഈ CNG LNG ഒക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ LNGയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, LNG എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞു. അതായത് ഗ്യാസാണ്, അതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ദ്രവരൂപത്തിലേക്ക് ആക്കി വെച്ചത് നമുക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളതിനെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് മാറ്റുമ്പോൾ അത് നേരെ എന്തായിട്ട് ഗ്യാസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയൊക്കെ, അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഈ ഗ്യാസിനൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഫൈ ചെയ്യാൻ സാധിക്കും. LNG എന്ന് വെച്ചാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞു. അതിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ സാധിക്കും. മനസ്സിലാകുന്നു? അങ്ങനെ ലിക്വിഫൈ ചെയ്തിട്ട് അത് ലിക്വിഡ് ഫോമിലേക്കാവും. ദെൻ പിന്നെ അത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് LNG ആൻഡ് CNG. ദെൻ അടുത്ത നാച്ചുറൽ ഗ്യാസ് ആണ് ദാറ്റ് ഈസ് LPG. LPGയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം അല്ലേ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന LPG അത് തന്നെ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ പെട്രോളിയത്തെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ, അംശിക സ്വേദനം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കളർലെസ് ആൻഡ് ഓർഡർലെസ് ഗ്യാസ് ആണ്. അതായത് മണമില്ലാത്തതും നിറമില്ലാത്തതും കേട്ടോ. കളർലെസ് നിറമില്ലാത്തതാണ്, അതുപോലെ തന്നെ ഓർഡർലെസ് അതായത് മണമില്ലാത്ത ഒരു ഗ്യാസ് ആണ് ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു LPG എന്ന് പറഞ്ഞൊരു കളർലെസ് അതുപോലെ തന്നെ ഓർഡർലെസ് ഗ്യാസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന LPG കുറച്ച് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് വരുന്നുണ്ടല്ലേ? ലീക്കേജ് ഉണ്ടായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിലേക്ക് സ്മെല്ല് വരാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ആ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന പേരാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ കേട്ടോ. ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ അതിലേക്ക് ആഡ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് LPG നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന LPGക്ക് ആ സ്മെല്ല് വരാൻ കാരണം. മനസ്സിലായല്ലോ? അപ്പം LPG ഈസ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്, കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്. അതിലേക്കൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു സ്മെല്ല് വരാൻ വേണ്ടി. ദാറ്റ് ഈസ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ദെൻ ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്യൂട്ടൈൻ ആണ് കേട്ടോ. ബ്യൂട്ടൈൻ ഈസ് ദ മെയിൻ കണ്ടന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നാച്ചുറൽ ഗ്യാസ്. അപ്പം ഫോസിൽ ഫ്യൂൽസിൽ ഉൾപ്പെടുന്ന നാച്ചുറൽ ഗ്യാസുകൾ ഏതൊക്കെയാണ്? CNG, LNG ആൻഡ് LPG. CNG ഈസ് എ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG ഈസ് എ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അതിൻ്റെ മെയിൻ കണ്ടന്റ് മീതെയിൻ ആണ് കേട്ടോ. മീതെയിൻ ആണ് മെയിൻ കണ്ടന്റ്. ഈ LNGനെ നമുക്ക് ലിക്വിഫൈ ചെയ്ത്, അതായത് ദ്രവരൂപത്തിലേക്ക് ആക്കി മാറ്റിയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് പിന്നെ അതിനെ എന്താണ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ തിരിച്ച് അതിനെ വാതകമാക്കി തന്നെ മാറ്റാൻ സാധിക്കും. ദെൻ LPG ഈസ് എ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അതൊരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്. അതായത് നിറമില്ലാത്തതും മണമില്ലാത്തതുമായിട്ടൊരു ഗ്യാസ് ആണ്. പെട്രോളിയത്തെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ, അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ LPG എന്ന് പറഞ്ഞിരിക്കുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ദെൻ അതിൽ സ്മെല്ലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്മെല്ല് വരാൻ വേണ്ടി അതിലേക്കൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ദാറ്റ് ഇൻഡിക്കേറ്റർ ഈസ് എ ഈഥൈൽ മെർക്യാപ്റ്റൻ. അതുപോലെ തന്നെ മെയിൻ കണ്ടന്റ് ഓഫ് LPG ഈസ് ബ്യൂട്ടൈൻ. ഇനി നമുക്ക് നോക്കാം LPG ആൻഡ് സേഫ്റ്റി. അത് LPGയും അതിൻ്റെ സുരക്ഷയെക്കുറിച്ചും. നമ്മുടെ വീടുകളിലെല്ലാം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? വീടുകളിലെ കിച്ചണിൽ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ്, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് LPG ആണ്. അപ്പം ആ LPG സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഈ LPG സിലിണ്ടർ നമുക്കറിയാം, ഗ്യാസ് സിലിണ്ടർ അറിയാം. അതിൽ ഇങ്ങനെ ഓരോ മാർക്കിങ്സ് കാണും, ABCD എന്നുള്ളൊരു മാർക്കിങ്സ് കാണും. അതുപോലെ തന്നെ ഒരു നമ്പറും കാണും. സപ്പോസ് ഇങ്ങനെ A24 എന്നോ അല്ലെങ്കിൽ B24 എന്നോ അങ്ങനെ മാർക്കിങ്സ് ഉണ്ടായിരിക്കും. അപ്പം ഈ ABCD എന്നുള്ള 4 മാർക്കിങ്സ് ആണ് ഉണ്ടാകുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ABCD എന്ന് വെച്ചാൽ 4 ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ മാസങ്ങളെയാണ്. A ആണെന്നുണ്ടെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ജനുവരി തൊട്ട് മാർച്ച് വരെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഈ 24 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് മന്തിനെ, A എന്ന് പറഞ്ഞിരിക്കുന്ന മന്തിനെയാണ് നമ്മൾ ഈ ലെറ്റേഴ്സ് ABCD എന്ന് പറഞ്ഞിരിക്കുന്നത് മന്തിനെ റെപ്രസെൻ്റ് ചെയ്യും. ഈ നമ്പർ കൊടുത്തിരിക്കുന്ന ഇയറിനെയാണ് കേട്ടോ. നമ്പർ കൊടുത്തിരിക്കുന്നത്
ഇയറിനെയാണ്. മനസ്സിലാകുന്നല്ലോ. അപ്പം എ ആണ് അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ജനുവരി തൊട്ട് ഫെബ്രുവരി, മാർച്ച് വരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് 24 എന്ന് പറയുന്നത് 2024 എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2024 വരെ, 2024 ഇയർ, അതായത് മാർച്ച് മാസം വരെ നമുക്ക് ആ സിലിണ്ടർ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണം എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ ആ സിലിണ്ടറിൻ്റെ കാലാവധി അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ബി ആണെന്നുണ്ടെങ്കിൽ അടുത്ത മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ 2024 വരെ ഉപയോഗിക്കാം. ദെൻ സി ആണെന്നുണ്ടെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അത്രയും 2024 ഇയർ വരെ ഉപയോഗിക്കാം. ദെൻ അടുത്ത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡി ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ 2024 വരെ ഉപയോഗിക്കാം. ആ ഒരു രീതിയിലാണ് അവിടെ മാർക്കിങ്സ് കൊടുത്തിരിക്കുന്നത്. ആ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന മന്തും അതുപോലെ തന്നെ അവിടുത്തെ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏതിനെയാണ്, ഇയറിനുമാണ്. അപ്പം അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഗ്രീൻ എനർജി ആൻഡ് ബ്രൗൺ എനർജി. ഗ്രീൻ എനർജി എന്ന് വെച്ചാൽ എനർജിയാണ് ദാറ്റ് പ്രൊഡ്യൂസ് ഫ്രം നാച്ചുറൽ സോഴ്സ് ആൻഡ് ദാറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അതായത് നാച്ചുറൽ സോഴ്സ്, പ്രകൃതിയിലെ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന്, പ്രകൃതിക്കിണങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജിയാണ് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതായത് പരിസര മലിനീകരണം ഒന്നും ഉണ്ടാക്കാതെ ഉള്ള എനർജിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് കേട്ടോ. അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എനർജി സോഴ്സുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ഗ്രീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം എന്താണ്, സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ബയോമാസ്, ഇതൊക്കെ എന്താണ്, ഗ്രീൻ എനർജിയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ എനർജിനെ നമ്മൾ ക്ലീൻ എനർജി എന്നും പറയാറുണ്ട്, ക്ലീൻ എനർജി. ദെൻ നെക്സ്റ്റ് ഈസ് ദ ബ്രൗൺ എനർജി. ബ്രൗൺ എനർജി ഉണ്ടാക്കുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകളിൽ നിന്ന്, അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത എനർജി സോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, പെട്രോളിയം, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, പെട്രോളിയം, കോള്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന എനർജിയാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത എനർജി സോഴ്സുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജിയാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അത് ആഗോളതാപനം പോലെയുള്ള അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻസ്, അതായത് ഗ്ലോബൽ വാർമിംഗ്, അതുപോലെയുള്ള അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഗ്രീൻ എനർജി കാറ്റഗറിയിൽ പെടുന്ന സോളാർ സെൽസ്, അതുപോലെ തന്നെ ടൈഡൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, അതുപോലെ തന്നെ വിൻഡ് മില്ല്. ബ്രൗൺ എനർജി ആണെന്നുണ്ടെങ്കിൽ ആറ്റോമിക് റിയാക്ടേഴ്സ്, അതുപോലെ തന്നെ ഡീസൽ എൻജിൻസ്, അതുപോലെ തന്നെ തെർമൽ പവർ സ്റ്റേഷൻസിലൊക്കെ നമുക്ക് ബ്രൗൺ എനർജിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇനി ഗ്രീൻ എനർജി മാക്സിമം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തി വീടുകളൊക്കെ നിർമ്മിക്കാൻ നോക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് സൺലൈറ്റ് ഒക്കെ വരത്തക്ക രീതിയിൽ മുറികളൊക്കെ സൗകര്യപ്പെടുത്തുക, ഉപയോഗപ്പെടുത്തുക, അതായത് ആ രീതിയിൽ നിർമ്മിക്കുക. അതുപോലെ തന്നെ എന്താണ്, കാറ്റും വെളിച്ചവും, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി, അതായത് കാറ്റും വെളിച്ചവും ഒക്കെ നല്ലോണം കിട്ടത്തക്ക രീതിയിലൊക്കെ മുറികളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ എനർജി മാക്സിമം നമുക്കവിടെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഇനിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക്